ഹായ് ഓൾ, ഇന്ന് നമ്മൾ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയുടെ ബാക്കി പാർട്സാണ് നോക്കുന്നത് കേട്ടോ. അതിൽ കൂടുതലായിട്ടും വെക്റ്റർ ആറ്റം മോഡലും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസും സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസും ആദ്യം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ബോർ ആറ്റം മോഡലിന് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റിയില്ല, സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തെക്കുറിച്ച് പറയാനായിട്ട് സൊമർഫീൽഡ് ആറ്റം മോഡൽ വന്നു. അതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായി. അതിനുശേഷം വെക്റ്റർ ആറ്റം മോഡൽ വരുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെക്റ്റർ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ഫൈൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ചും സീമൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ സ്പ്ലിറ്റിങ് സംഭവിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാർക്ക് എഫക്ട്സ്. അപ്പം ഇങ്ങനെയുള്ള എഫക്ട്സുകളെയൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റിയിട്ടുണ്ട്? വെക്റ്റർ ആറ്റം മോഡലിന് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെലക്ഷൻ റൂൾസ്. അപ്പം ഇതെല്ലാം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആംഗുലർ മൊമെൻറ്റം കപ്ലിംഗ് വെച്ചിട്ടാണ്. ആംഗുലർ മൊമെൻറ്റം കപ്ലിംഗ്. അപ്പോൾ LS കപ്ലിങ്ങും JJ കപ്ലിങ്ങും എന്താണെന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് കാണും. എനിവേ, അപ്പോൾ ഇതാണ് വെക്റ്റർ ആറ്റം മോഡലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫൈൻ സ്ട്രക്ചറിനെ കുറിച്ചും സീമൻ എഫക്റ്റിനെ കുറിച്ചും സ്റ്റാർക്ക് എഫക്റ്റിനെ കുറിച്ചും സെലക്ഷൻ റൂൾസിനെ കുറിച്ചും ഒക്കെ തന്നെ എന്താണ് ആംഗുലർ മൊമെൻറ്റം കപ്ലിംഗ് ഉപയോഗിച്ച് വെക്റ്റർ ആറ്റം മോഡലിന് സംസാരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കീ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. ഇപ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റി. ദാറ്റ് ഈസ് J = L ± S. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് J എന്ന് പറയുന്നത് L ± S ആണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വെക്റ്റർ ആറ്റം മോഡലിനെ കൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ്, ഒത്തിരി ക്വാണ്ടം നമ്പേഴ്സ് അദ്ദേഹം കൊണ്ടുവന്നു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുന്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പോൾ ഹോംവർക്കായിട്ട് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെക്കുറിച്ചാണ്, അത് ജസ്റ്റ് ഞാനൊന്ന് പറയുകയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞ് LS കപ്ലിങ്ങിൻ്റെ വേറൊരു പേരാണിത്. അതുപോലെ തന്നെ ഇനി ഫൈൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ച്. ഫൈൻ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് ഹൈഡ്രജനെ എക്സാമിൻ ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി ഒരു സിംഗിൾ സ്റ്റേറ്റ് അല്ല അതിനുള്ളത്. അതായത് ഒരു സ്റ്റേറ്റ് എനർജി ലെവൽ തന്നെ പല ലെവൽസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എനർജി ലെവൽ തന്നെ പല സ്പ്ലിറ്റിംഗ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അതിനെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ക്ലോസ്ലി പാക്ക് ചെയ്ത പല ഇങ്ങനെയുള്ള സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈൻ സ്ട്രക്ചർ ഉണ്ടാവാൻ കാരണം സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കാരണമാണ്. അതായത് സ്പിന്നും ഓർബിറ്റും രണ്ട് തരത്തിലുള്ള കപ്ലിംഗ്, രണ്ട് തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ഇലക്ട്രോൺസിനുണ്ട്. സ്പിന്ന് രൂപേണയുണ്ട്, അതുപോലെ തന്നെ ഓർബിറ്റൽ മോഷൻസും അവിടെ അവൈലബിൾ. അപ്പോൾ LS കപ്ലിംഗ് മൂലം ഉണ്ടാവുന്നതാണ് ഫൈൻ സ്ട്രക്ചർ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റി. മാഗ്നറ്റിക് മൊമെൻറ്റിനെ കുറിച്ചും അദ്ദേഹത്തിന് പറയാനായിട്ട് പറ്റി. അപ്പോൾ പ്രധാനമായിട്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ N = 1, 2, 3 etc. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടുതലായിട്ടും ഓർബിറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഷെല്ലിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ഏത് ഓർബിറ്റിൽ ഇലക്ട്രോണെ കാണാം, 1 ആണോ 2 ആണോ, അങ്ങനെ ഏത് ഷെല്ലിൽ ഇലക്ട്രോണെ കാണാം. ഷെല്ലെന്ന് വെച്ചാൽ KLMN ഷെല്ലുകൾ. അപ്പോൾ അതിൽ K ഷെല്ലിലാണോ L ഷെല്ലിലാണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അസിമുന്തൽ ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് L വെച്ചിട്ടാണ്. അതെന്ന് പറയുന്നത് ഷേപ്പ്, ആ ഓർബിറ്റിൻ്റെ ഷേപ്പ് നമ്മൾ പറയില്ലേ, അതായത് സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഡംബൽ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ്. അപ്പോൾ അത് കാണാൻ അല്ലെങ്കിൽ സബ് ഷെല്ല് കാണാനായിട്ടാണ് അസിമുന്തൽ ക്വാണ്ടം നമ്പർ. അത് കാണാനായിട്ട് N-1 ചെയ്യുക. പിന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ കുറിച്ചാണ് സംസാരിക്കുക. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എപ്പോഴും ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ സ്റ്റേറ്റിനെ കുറിച്ചാണ് സംസാരിക്കുക. ML കാണാൻ നമുക്കറിയില്ലേ, ഇങ്ങനെയാണല്ലോ MLൻ്റെ ഇക്വേഷൻ. അതായത് -L തൊട്ട് +L വരെ. അപ്പം L എന്ന് പറയുന്നത് 2 ആണെങ്കിൽ MLൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? -2, -1, 0, 1, 2 വരെ. ഓക്കെ, N 2 ആണെങ്കിൽ Lൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് N-2 അങ്ങനെ. അപ്പം ഇവരെല്ലാവരും തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, പിന്നെ മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ടല്ലോ, MS, അതെപ്പോഴും സ്പിന്നിൻ്റെ ഓറിയൻറ്റേഷനെയാണ് കാണിക്കുന്നത്. +or-S എന്നുള്ള സ്പിന്നിൻ്റെ ഓറിയൻറ്റേഷനെ കാണിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വാണ്ടം നമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വെക്റ്റർ ആറ്റം മോഡൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ.
അതായത് മിസ് ഇപ്പോൾ പറഞ്ഞുവല്ലോ MS എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ MS എന്ന് വെച്ചാൽ സ്പിന്നിൻ്റെ ഓറിയൻറ്റേഷൻ പ്ലസ് ഓർ മൈനസ് ഓറിയൻറ്റേഷൻ. ഇനി സ്പിന്നിന് അപ്പ് ആൻഡ് ഡൗൺ ഓറിയൻറ്റേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് സ്റ്റെയിൻ-ഗെർലാക് എക്സ്പെരിമെൻറ്റ്. സ്റ്റേൺ-ഗെർലാക് അല്ലെങ്കിൽ SG എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുക. ഫിസിക്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് ആക്ച്വലി സ്റ്റെയിൻ-ഗെർലാക് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എൻ്റെ മക്കൾ ഓർത്തോണം, ടു ഷോ ദാറ്റ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണ്, അല്ലാതെ ആംഗുലാർ മൊമെൻറ്റം എന്തല്ല, ക്വാണ്ടൈസ്ഡ് ആണ്, അല്ലാതെ അവ എന്താ കണ്ടിന്യൂസ് അല്ല. ക്വാണ്ടൈസ്ഡ് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള രീതി. അപ്പോൾ കണ്ടിന്യൂസ് അല്ല, പകരം അത് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഇത് സ്റ്റെയിൻ-ഗെർലാക് എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്തത്. ഒരു നോബൽ പ്രൈസ് കിട്ടിയ ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് തോന്നുന്നു സ്റ്റെയിൻ-ഗെർലാക് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിന്നിനെക്കുറിച്ച് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റ് നടക്കുക എന്ന് വെച്ചാൽ, നമ്മളിവിടെ ചൂസ് ചെയ്തത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിൽവർ ആറ്റത്തിനെയാണ് എടുത്തത്. അപ്പോൾ സിൽവർ ആറ്റത്തെ ഇതാണ് സ്റ്റെയിൻ-ഗെർലാക് എക്സ്പെരിമെൻറ്റ്. അതായത് സിൽവർ ആറ്റത്തിൽ നിന്ന് നമ്മൾ ഇലക്ട്രോൺസിനെ പുറത്തേക്കൊരു സ്പെസിഫിക് സ്ലിറ്റ് അല്ലെങ്കിൽ ഒരു കോളിമേറ്ററിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവം, അവിടെ നമ്മളൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇലക്ട്രോൺസ് ഈ സ്പെസിഫിക് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടന്നു കഴിയുമ്പോൾ രണ്ടായിട്ട് പല സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ കടത്തി കഴിയുമ്പോൾ സ്ക്രീനിൻ്റെ നേരെ വന്ന് വീഴുവല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് വന്ന് വീഴുവല്ല, പകരം അവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്പ്ലിറ്റിങ് വഴിയാണ് നമ്മൾക്ക് ആക്ച്വലി മനസ്സിലായത് ഇലക്ട്രോൺ അപ്പ് സ്പിന്നും ഉണ്ട് ഡൗൺ സ്പിന്നും ഉണ്ട്. അതുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ സ്ക്രീനിൻ്റെ രണ്ട് ഭാഗത്തും നമുക്കതിനെ കാണാൻ പറ്റുന്നത്. അതിനൊരു ഓറിയൻറ്റേഷനേ ഉള്ളായിരുന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അത് സഞ്ചരിച്ച് കഴിയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ ഇലക്ട്രോൺസ് നിൽക്കുകയുള്ളായിരുന്നു. അപ്പോൾ രണ്ട് ഓറിയൻറ്റേഷനാണ് അവിടെ. അപ്പം രണ്ട് ഡിറക്ഷനിൽ നമുക്ക് അതിനെ കാണാൻ പറ്റിയെന്ന് വെച്ചാൽ സിമ്പിൾ കൺസെപ്റ്റാണ് മിസ് പറഞ്ഞു പോകുന്നത് കേട്ടോ, അത്രയും മതിയാകും ഇതിന്. അപ്പോൾ അതിന് രണ്ട് സ്പിൻ ഉണ്ടെന്നുള്ളൊരു കൺസിഡറേഷൻ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സ്റ്റെയിൻ-ഗെർലാക് എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് ആക്ച്വലി നമ്മൾ കണ്ടുപിടിച്ചത് എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, സ്പേസ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ എവിഡൻസ് ഫോർ ഇൻട്രിൻസിക് സ്പിൻ. അതായത് ഇൻട്രിൻസിക് സ്പിൻ എന്ന് വെച്ചാൽ എന്താ, സ്പിന്നിന് സ്വയമായിട്ടൊരു കറക്കം അല്ലേ, അല്ലെങ്കിൽ ഇലക്ട്രോണ് സ്വയമായിട്ടുള്ളൊരു ഇൻട്രിൻസിക് സ്പിന്നുണ്ട് എന്നുള്ള എവിഡൻസ്. അതുപോലെ തന്നെ പ്ലസ് ഓർ മൈനസ് ഹാഫ് ആയിട്ടുള്ള എന്താ പറയുക സ്പിന്നുണ്ട് ഇലക്ട്രോൺ എന്നുള്ളതും മനസ്സിലായി. അപ്പ് ആൻഡ് ഡൗൺ ഓറിയൻറ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻ ദ സ്റ്റെയിൻ-ഗെർലാക് എക്സ്പെരിമെൻറ്റ് ദ നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ് അറ്റോമിക് ബീം സ്പ്ലിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് ഡാഷ്. അതായത് സ്റ്റെയിൻ-ഗെർലാക് എക്സ്പെരിമെൻറ്റിൽ നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ് അറ്റോമിക് ബീം സ്പ്ലിറ്റ് ഡിപ്പെൻഡ്സ്, അതായത് ബീം സ്പ്ലിറ്റ് ചെയ്യുന്ന കമ്പോണൻസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? സ്റ്റെയിൻ-ഗെർലാക്കിൽ എക്സ്പെരിമെൻറ്റിൽ നമ്പർ ഓഫ് കമ്പോണൻസിൻ്റെ സ്പ്ലിറ്റിംഗ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റത്തെയാണ്. കാരണം നമുക്കറിയാം ദിസ് ഇസ് ആക്ച്വലി സ്പേസ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റോ ആണ്. അപ്പോൾ ആണ് ആക്ച്വലി ജെയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും സ്റ്റെയിൻ-ഗെർലാക് എക്സ്പെരിമെൻറ്റിലെ കമ്പോണൻസിൻ്റെ സ്പ്ലിറ്റിംഗ്, ടോട്ടൽ വാല്യൂ ഓഫ് ജെ എന്ന് ഓർത്ത് വെക്കുക. പിന്നെയുള്ളത് ലാർമർ പ്രിസിഷനാണ്. അപ്പോൾ ലാർമർ പ്രിസിഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കൺസെപ്റ്റ് അറിയേണ്ടത്, ശരിക്കും സ്പിൻ അപ്പ് ആൻഡ് ഡൗൺ മാത്രമല്ല എന്ന ഒരു കേസും നമ്മൾ പറയും. അതായത് ശരിക്കും സ്പിൻ അപ്പ് ആൻഡ് ഡൗൺ മാത്രമല്ല, പകരം എന്താ പറയുക എല്ലാ ഡയറക്ഷനിൽ കൂടി നമുക്ക് എന്താ പറയുക ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കേസ്. അപ്പോൾ അങ്ങനെയുള്ള സ്പിന്നിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് സ്പിൻ ഒരു 3D ഒരു കേസായിട്ട് ചെയ്യുവാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മാത്രമല്ല ഏത് പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കൂടി നമുക്ക് അത് എന്താ പറയുക സ്പിന്നിനെ ഓറിയൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്പിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നുള്ള കൺസിഡറേഷനിലാണ് ശരിക്കും സ്പിൻ പോളറൈസേഷൻ എന്ന് പറയുന്നൊരു ടേം വരുന്നത്. സ്പിൻ പോളറൈസേഷൻ. ഓക്കെ, അപ്പം അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പം ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ വേറെ മോഷൻസ് നമ്മൾക്കറിയാം, വേറെ പല മോഷൻസ് നമുക്ക് കാണിക്കും. അപ്പം അങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മോഷനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുക
പ്രിസിഷൻ, സ്പിൻ പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ, അതായത് സത്യം പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ കറണ്ട് എന്നാണ് പറയുക, അല്ലേ, കറണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഓർബിറ്റിൽ കൂടി, ഓർബിറ്റിന് എഗനസ്റ്റ് അല്ല, ഓർബിറ്റിന് എന്താണ് കൂടെ നമ്മൾക്ക് ഓർബിറ്റിൽ കൂടെ കറങ്ങുന്ന ഇലക്ട്രോൺ. അപ്പം കറങ്ങുക എന്ന് പറയുന്നത് അവിടെ ആ മോഷൻ എന്ന് പറയുന്നത് ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലേ. അപ്പോൾ ഒരു സ്പെസിഫിക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ വരുന്ന മോഷനെയാണ് നമ്മൾ ശരിക്കും സ്പിൻ പ്രിസിഷൻ എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ആംഗിൾ ക്രിയേറ്റ് ആകുന്നു എന്നുള്ളൊരർത്ഥമാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സംഭവം പ്രിസൈസ്ലി മൂവ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആംഗിൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ. മാത്രമല്ല മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുള്ളൊരു കൺസെപ്റ്റ് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ അപ്പ് ആൻഡ് ഡൗണിലിരിക്കുന്ന സ്പിൻ ഒരിക്കലും എന്ത് കാണിക്കത്തില്ല, പ്രിസിഷൻ കാണിക്കില്ല. പകരം ഡിഫറെൻ്റ്ലി ഒരു ടിൽറ്റ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. സ്പിന്നുകൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് പ്രിസിഷൻ കാണിക്കുന്നു എന്നല്ല പറയുന്നത്, പകരം അതൊന്ന് ടിൽറ്റായി, അതിൻ്റെ മോഷനിൽ നിന്നൊന്ന് ടിൽറ്റായി മാറി എന്നാണ് നമ്മൾ ശരിക്കും പറയുന്നത്. അത് ടിൽറ്റായെന്നാണ് പറയുക. അപ്പോൾ എന്ത് സംഭവിക്കും, അങ്ങനെ പ്രിസൈസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസിനെയാണ് നമ്മൾ ആക്ച്വലി ലാർമർ പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടിൽറ്റായിരിക്കുന്ന സ്പിൻസ് കാണിക്കും. അപ്പം അതിനെ നമുക്ക് നോർമൽ പ്രിസിഷൻസ് എന്നല്ല നമ്മൾ പറയുന്നത്, പകരം അതൊരു ടിൽറ്റായിട്ടുള്ളൊരു പ്രിസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ലാർമർ പ്രിസിഷൻ ആയിരിക്കും. ഓക്കെ. അപ്പോൾ എപ്പോഴാണ് നോർമലി എപ്പോഴാണ് ഇത് സംഭവിക്കുക, മാഗ്നറ്റിക് ഫീൽഡിൽ. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന സ്പിന്നുകൾ നോർമൽ പ്രിസിഷൻ അല്ല, അതൊരു ടിൽറ്റ് പ്രിസിഷൻ അഥവാ ഒരു ലാർമർ പ്രിസിഷൻസ്. അപ്പോൾ അവിടെ ലാർമർ ഫ്രീക്വൻസി വരണം. അതായത് ലാർമർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി ലാർമർ ഫ്രീക്വൻസി ഒമേഗ എന്താ കൊടുക്കുക, ഇങ്ങനെ കൊടുത്തു എന്ന് വെച്ചോ. അപ്പോൾ ഇത് പ്രപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. അതായത് ലാർമർ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലേക്ക് കിട്ടുകയുള്ളൂ. ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാൻ പുതിയൊരു ടേം കൊണ്ടുവരുവാണ്. ഇത് നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഗാമ, ഇതിനെ നമ്മൾ ലോറൻസ് ഫാക്ടർ എന്നായിരുന്നു വിളിച്ചത്. ഇവിടെ നമുക്ക് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് ഇത്, നമ്മൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. ഇതിനെ നമ്മൾ പറയുന്നത് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ, ഗൈറോ മാഗ്നറ്റ് അല്ലെങ്കിൽ ഗൈറോ മാഗ്നെറ്റോ റേഷ്യോ എന്നും നമുക്ക് പറയാം. മാഗ്നെറ്റോ റേഷ്യോ, ഗൈറോ മാഗ്നെറ്റോ റേഷ്യോ. ഓക്കെ. അപ്പം അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. പിന്നെ നമുക്കിനി നോക്കാനുള്ളത്, ഒരു മിനിറ്റ്. അപ്പോൾ ഒമേഗ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇത് നമുക്കറിയാം. അപ്പോൾ ഇത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, അതായത് ഇത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡാണെന്ന് കിട്ടി. ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എടുത്തു. ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ സ്പിൻ ക്ലോക്ക് വൈസും നെഗറ്റീവ് ആണെങ്കിൽ സ്പിൻ ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ പോസിറ്റീവ് ആണെങ്കിൽ ക്ലോക്ക് വൈസും അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കും. അപ്പോൾ ലാർമർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, അതൊരു ഫ്രീക്വൻസിയാണ് അല്ലേ. ലാർമർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസി എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക, അറ്റ് വിച്ച് ആൻ ഇലക്ട്രോൺ പ്രിസൈസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇലക്ട്രോൺ പ്രിസൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രീക്വൻസിയാണ് നോർമലി, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ലാർമർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ലാർമർ പ്രിസിഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ എന്താ പറയുക, മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആക്സസ് ഓഫ് റൊട്ടേഷൻ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന പാർട്ടിക്കിളിൻ്റെ എന്താ പറയുക, ഒരു ചാഞ്ചാട്ടം, അതിനെയാണ് അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന പാർട്ടിക്കിളിൻ്റെ ആ പെർട്ടിക്കുലർ ആക്സസിൽ നിന്നുകൊണ്ടുള്ള പാർട്ടിക്കിളിന് ഒരു ചാഞ്ചാടും. അത് എന്ന് വെച്ചാൽ കറക്റ്റ് നോർമലായിട്ടുള്ളൊരു പ്രിസിഷൻ ആയിരിക്കത്തില്ല അത് കാണിക്കുന്നത്, പകരം ഒരു വേറെ ടൈപ്പ് ഓഫ് ഒരു ടിൽറ്റ് അവിടെ കാണിക്കും. അങ്ങനെ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റിനെയാണ് അല്ലെങ്കിൽ പ്രിസിഷനെയാണ് നമ്മൾ നോർമലി ലാർമർ പ്രിസിഷൻ എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ മക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലായിരിക്കും ഇതെല്ലാം നടക്കുക. വിത്തൗട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇതൊന്നും സംഭവിക്കില്ല.
അപ്പോൾ അതാണ് ലാർമർ പ്രിസിഷൻ. പിന്നെ അപ്പോൾ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക, ഒമേഗ എന്ന് പറഞ്ഞാൽ ഗാമ ടൈംസ് ഓഫ് ബി. ഓക്കെ, ഇനിയും കുറച്ച് ഇക്വേഷൻസ് ആണുള്ളത്, അതായത് ആംഗുലാർ മൊമെൻറ്റം. ഇപ്പോൾ വെക്റ്റർ ആറ്റം മോഡലിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ളതാണ്. ആംഗുലാർ മൊമെൻറ്റം ഒന്നാമത്തെ ഓർബിറ്റൽ ആംഗുലാർ, നിങ്ങളൊന്ന് വൃത്തിക്ക് എഴുതണേ. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √L/L+1, റൂട്ടിൻ്റെ പുറത്ത് എച്ച് കട്ട്. ഇതാണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അടുത്തത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മോഡുലസ് S √S/S+1, വെളിയിൽ എച്ച് കട്ട് ചെയ്യുക. ഇതാണ് സ്പിൻ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതും എഴുതി വെക്കുക. അടുത്തത്, അപ്പോൾ ഓർബിറ്റലും കിട്ടി, സ്പിന്നും കിട്ടി. ഓർബിറ്റൽ എന്ന് വെച്ചാൽ L, അങ്ങനെയാണെങ്കിൽ J കണ്ടുപിടിക്കാമല്ലോ. J എന്ന് പറയുന്നത് L+S ആണ്. അപ്പോൾ J എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ √J/J+1 എച്ച് കട്ട്. ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L+S ആണ്. മാഗ്നിറ്റ്യൂഡ് Jയുടെ കണ്ടുപിടിക്കാനുള്ളത് √J/J+1 വെളിയിൽ എച്ച് കട്ട്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് ഇത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓർബിറ്റൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, സ്പിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ച്വലി മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ കേസാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അതിൽ ഒന്നാമത്തെയാണ് ബോർ മാഗ്നെറ്റോൺ എന്ന് പറയുന്നത്. ബോർ മാഗ്നെറ്റോൺ നമുക്കറിയാം μB എന്നാണ് ഇക്വേഷൻ. μB = EH/2 times of ME. ഓക്കെ, ഈ EH കട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 9.27 × 10⁻⁻24 A/m² എന്നുള്ളതാണ്. അപ്പോൾ ബോർ മാഗ്നെറ്റോണിൻ്റെ ഇക്വേഷൻ എന്താ? μB = EH/2 times of ME. എഴുതി വെക്കണേ. അടുത്ത ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇനി മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ എന്ത് ചോദിച്ചാൽ ഈ μB നമ്മൾ കൊണ്ടുവരണം. μB നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മൾ പഠിച്ചു, ബോർ മാഗ്നറ്റോൺ ആണ്. ദാറ്റ് ഈസ് EH/2 times of ME ആണ്. അപ്പോൾ എപ്പോൾ കൊണ്ടുവന്നാലും ഇനി എന്ത് മാഗ്നറ്റിക് മൊമെൻറ്റ് പറഞ്ഞാലും μBയും കൂടെ അവിടെ ചേർക്കണം. μB 9.27 × 10⁻24 A/-24 Am/m² എന്നുള്ള കേസാണ്. ഇനി ഓർബിറ്റ് കഴിഞ്ഞു. ഇനി സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ്. സ്പിന്നിൻ്റെ ഇക്വേഷൻ അറിയത്തില്ലെങ്കിലും മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്തായാലും അവിടെ μB വരും. μB എഴുതി. GS ഉണ്ട് വെളിയിൽ, GS √J/J+1. ഇതാണ് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. ഇതിൽ GS എന്ന് പറയുന്നത് എപ്പോഴും വാല്യൂ 2ഉം GLൻ്റെ വാല്യൂ 1ഉം ആണ് കേട്ടോ. GL ചോദിക്കുവാണെങ്കിൽ 1ഉം ആണ്. ഇനി അപ്പോൾ ഇതും എഴുതുക. ഇതൊക്കെ ജസ്റ്റ് എഴുതുക കേട്ടോ. ഇക്വേഷൻ എഴുതി വെക്കുക. എന്തൊക്കെയാണ് മിസ്സ് പറയുന്നത് അതെല്ലാം ഇക്വേഷനാക്കി എഴുതി വെക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ലാൻഡേജി ഫാക്ടറിൻ്റെ ഇക്വേഷനാണ്. ഇതൊക്കെ വെക്റ്റർ ആറ്റം മോഡലാണ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ലാൻഡേജി ഫാക്ടർ നമുക്കറിയാമല്ലോ. ലാൻഡേജി ഫാക്ടർ നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 1 + J/J+1 - L/L+1 + S/S+1 ഡിവൈഡഡ് ബൈ, ഇതിന് മാത്രമേ ഉള്ളൂ 2J/J+1. ഇനി അപ്പോൾ ഇവിടെ ഈ ടേമിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബൈ ഒരു ടേം 1-നില്ല. പിന്നെ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ -L-നാണോ S-നാണോ എന്നൊക്കെ ഡൗട്ട് തോന്നും. അതാണ് പഠിച്ചു വെക്കേണ്ടത്. -L-നാണ് മൈനസ് ഉള്ളത് ഈ ടേമിൽ. ഇനി ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ്. നേരത്തെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓർബിറ്റലും അതുപോലെ തന്നെ സ്പിന്നും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ത് കിട്ടും? മാഗ്നറ്റിക് മൊമെൻറ്റ് ടോട്ടൽ എന്ന് വെച്ചാൽ μJ ആണ്. μB എന്താണെങ്കിലും ഉണ്ട്, പിന്നെ GJയും ഉണ്ട്. √J/J+1 ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പം ഈ GJയും, അതായത് μJയ്ക്കും μSനും GJയും GSും ഉണ്ടെന്ന് ഓർക്കുക. പക്ഷേ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റ് √L/L+1 ടൈംസ് ഓഫ് μB എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ μB നമ്മളിപ്പോൾ പഠിച്ചല്ലോ, EH/2ME, അതായത് ബോർ മാഗ്നെറ്റോൺ ആണ് അതിൻ്റെ ഇത്. ഇനി അടുത്തത് നമുക്ക് ആംഗിൾ, അതായത് സ്പേസ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ട്. സ്പേസ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ആക്ച്വലി LZ എന്ന് പറഞ്ഞെടുക്കുകയെന്ന് വിചാരിക്കുക. LZ, അതായത് Z ആക്സിസിലുള്ളതെന്ന് പറയുന്നത് മോഡുലസ് ഓഫ് L cos θ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ cos θ കാണാനായിട്ട് LZ ആക്സിസിലുള്ളതിനെ ബൈ
എന്താണ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ചെയ്താൽ മതി. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇസഡ് ആക്സസിലുള്ള എൽ എന്ന് പറയുന്നത് എം എൽ ടൈംസ് ഓഫ് എച്ച് കട്ടാണ്. ഇനിയും എൽ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, എൽ ഇൻറ്റു എൽ പ്ലസ് വൺ ടൈംസ് ഓഫ് വെടിയിൽ എച്ച് കട്ടും പോയി കഴിഞ്ഞാൽ എം എൽ ബൈ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ എന്ന് കിട്ടും. എപ്പോഴാണ് എൽ ഇസഡ് എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക. സ്പേസ് ക്വാണ്ടൈസേഷൻ അറ്റെ പെർട്ടിക്കുലർ ആക്സസ് ഇസഡ് ആക്സസ് എന്ന് പറയുന്നത് എൽ ഇസഡ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എൽ. സ്പേസ് ക്വാണ്ടൈസേഷൻ ആകുമ്പോൾ പെർട്ടിക്കുലർ ആംഗിൾ പറ്റും, ദാറ്റ് ഈസ് കോസ് തീറ്റ. അങ്ങനെ കോസ് തീറ്റ എന്ന് പറയുന്നത് എൽ ഇസഡ് ബൈ എൽ ആണ്. എൽ ഓൾറെഡി അറിയാം, എൽ ഇസഡ് പറയാം. എൽ ഇസഡ് എന്ന് വെച്ചാൽ എം എൽ ഓഫ് എച്ച് കട്ടാണ്. ഓക്കെ, ഇതുപോലെ തന്നെ എൻ്റെ മക്കളൊന്ന് സ്പേസ് ക്വാണ്ടൈസേഷൻ ഓഫ് സ്പിൻ ആംഗുലർ മൊമെൻ്റ് ഒന്ന് എഴുതിക്കേ. എൽ എസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ എൽ ഇസഡ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? എം എസ് എച്ച് കട്ട്. ഇവിടെ എം എൽ എച്ച് കട്ടാണെങ്കിൽ അവിടെ എം എസ് എച്ച് കട്ടാവും. ഇത് ഇങ്ങനെ കിട്ടത്തില്ലേ? എം എസ് ഇതാണ്, എസ് ഇതാണ്, എച്ച് കട്ടും പോയി കഴിയുമ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് എം എസ് ബൈ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ ആംഗുലർ മൊമെൻ്റമാണ്. ആംഗിൾ ബിറ്റ്വീൻ എന്ന് ചോദിക്കുവാണ്, അല്ലെങ്കിൽ ഡിറക്ഷൻ കൊസൈൻസ് ചോദിക്കുവാണെങ്കിൽ ഓർത്തോണം. എന്താ? കോസ് തീറ്റ ടൈംസ് ഓഫ് എൽ ജെ എന്ന് പറയുന്നത്, എൻ്റെ കൂടെ എഴുതി പോണേ. കോസ് തീറ്റ ഓഫ് എൽ ജെ എന്ന് പറയുന്നത് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ മൈനസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ബൈ 2 ടൈംസ് ഓഫ് റൂട്ട് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ റൂട്ട് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ. ഇത് എഴുതിക്കോണേ. കോസ് തീറ്റ എൽ ജെ എന്ന് പറയുന്നത്, അതായത് ഇനി നമ്മൾ എഴുതുന്ന എല്ലാ കേസിലും ഈ ന്യൂമിനേറ്റർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ സൈന് കുറച്ച് ചേഞ്ച് വരുമെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ എൽ ജെ ആണെങ്കിൽ എല്ലും ജെയും മാറിയും മറിഞ്ഞും വരുമെന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് എഴുതാം. ഞാനൊന്ന് വായിക്കാവേ. കോസ് തീറ്റ എൽ ജെ എന്ന് പറയുന്നത് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ പ്ലസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ മൈനസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ ഇൻറ്റു എൽ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ. കോസ് തീറ്റ എസ് ജെ എന്ന് പറയുന്നത് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ. അതായത് എസ് ജെയുടെ എന്ന് പറയുന്നത് നമ്മൾ ലാൻഡേജി ഫാക്ടറിൻ്റെ മുകളിലത്തെ ആൾ തന്നെയാണെന്ന് ഓർക്കണം കേട്ടോ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജെ പ്ലസ് വൺ, കാരണം ജെ ആണല്ലോ വന്നിരിക്കുന്നത്, എസ് ഇൻറ്റു എസ് പ്ലസ് വൺ. അപ്പം ഇവരിൽ വലുത് ആരാണോ അവരെ നമ്മൾ ആദ്യം എഴുതണം, 2വിൻ്റെ കൂടെ എഴുതണം എന്ന് ഓർത്ത് പഠിച്ചാൽ മതി. കോസ് തീറ്റ അതായത് എന്താണേലും ജെ എൽ എസ് എന്നാണ് നമ്മൾ പഠിക്കുക. ഇനി കോസ് തീറ്റ എൽ എസ് എന്ന് പറയുന്നത് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ മൈനസ്, അപ്പം നടുക്കുള്ള 2 ടേമും നെഗറ്റീവ് ആവുന്ന ആളെന്ന് പറയുന്നത് എൽ എസ് ആണ്. എൽ ജെക്കാണ് എസ്സിന് മാത്രം നെഗറ്റീവ് മേളിലത്തെ കേസിൽ. അപ്പോൾ എല്ലാം നടുക്കുള്ള 2 ടേംസും നെഗറ്റീവ് ആവുന്നത് എൽ എസ് ആണ്. ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഓഫ് എങ്ങനെ വരും? എല്ലു എസ് ആണ്. ജെ എൽ എസ് എന്നാണ് ഓർഡർ എന്ന് ചുമ്മാ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എല്ലു എസ്സും ജെ എൽ എസ്, അപ്പോൾ എല്ല് കഴിഞ്ഞിട്ടാണ് എസ്. അപ്പോൾ അടിയിലത്തെ ഡിനോമിനേറ്റർ 2 ടൈംസ് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ എന്ന് കിട്ടും. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, മിസ്സ് പറഞ്ഞ എന്താണെന്ന്. ഇനിയുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് എനർജി സ്പ്ലിറ്റിംഗ് ആൻഡ് ഫൈൻ സ്ട്രക്ചർ എന്ന് ഓർക്കുക. എനർജി സ്പ്ലിറ്റിംഗ് ആൻഡ് ഫൈൻ സ്ട്രക്ചർ എന്ന് ഹെഡിങ് കൊടുക്കുക. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എനർജി ലെവൽ സ്പ്ലിറ്റിംഗ് ചോദിക്കുകയെന്ന് വെച്ചോ. അതായത് എനർജി ലെവൽ സ്പ്ലിറ്റ് ചെയ്യാൻ തന്നെ കാര്യം നമ്മൾ കണ്ടുപിടിച്ചു, എൽ എസ് കപ്ലിംഗ് കൊണ്ടാണ്. അപ്പോൾ എനർജി ലെവൽ സ്പ്ലിറ്റിംഗ് എന്ന് വെച്ചാൽ ഡെൽറ്റ ഇ ഫൈൻ സ്ട്രക്ചറിൻ്റെ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. അതെന്ന് പറയുന്നത് ഹാഫ് ടൈംസ് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ മൈനസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ എന്ന് ഓർക്കണം കേട്ടോ. ഫൈൻ എനർജി ലെവൽ സ്പ്ലിറ്റിംഗ്. ഇനി ടേം സ്പ്ലിറ്റിംഗ് ഫോർമുലയുണ്ട്, അത് ഡെൽറ്റ ടി ആണ്. ഇത് കണ്ടുപിടിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൻ്റെ ഒക്കെ ചോദിക്കുവാണെങ്കിലാണ്. ഹൈഡ്രജൻ്റെ തന്നിട്ട് ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ടേം എപ്പോഴാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ സ്പ്ലിറ്റിംഗ് ഓഫ് എ ടേം ലൈക്ക് 3p 2d അങ്ങനെയൊക്കെയുള്ള സ്പ്ലിറ്റിങ്ങിലാണ് ചോദിക്കുന്നത്. മുകളിലത്തെ സ്പ്ലിറ്റിംഗ് എനർജി ഡിഫറൻസ് കാണാനായിട്ട്. എനർജി ഡിഫറൻസ് കാണാൻ പറയുമ്പോൾ ഇത് സ്പ്ലിറ്റിംഗ് ചോദിക്കുവാണെങ്കിൽ ഡെൽറ്റ ടി എന്ന് പറയുന്ന എ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. ജെ ഇൻറ്റു ജെ പ്ലസ് വൺ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ മൈനസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഫൈൻ സ്ട്രക്ചർ പ്രപ്പോർഷണാലിറ്റി ആണ് കേട്ടോ. ഫൈൻ സ്ട്രക്ചർ പ്രപ്പോർഷണാലിറ്റി, അതായത്
ഒരു ഫൈൻ സ്ട്രക്ചർ, ഇപ്പോൾ ഹൈഡ്രജൻ്റെ എന്തെങ്കിലും ഫൈൻ സ്ട്രക്ചർ തന്നിട്ട് വേറെ ഒരെണ്ണത്തിൻ്റെ ഫൈൻ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫൈൻ സ്ട്രക്ചറിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇസഡ് തന്നിട്ട് അറ്റോമിക് നമ്പർ തന്നിട്ട് ഫൈൻ സ്ട്രക്ചർ പ്രൊപ്പോർഷണാലിറ്റി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. Z⁴ × 1/n³ എന്ന് ഓർത്ത് വിചാരിക്കുക. ഇനി ഇൻട്രാക്ഷൻ എനർജി, ഇനിയും തൊട്ടുള്ള ഇത് വേറൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അത് പഠിക്കണം കേട്ടോ. അതെന്ന് പറയുന്നത് എനർജി സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് ഞാൻ പറഞ്ഞുല്ലോ, LS കപ്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അതിൽ പഠിക്കുക. സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പഠിക്കണം. അപ്പോൾ ഇൻട്രാക്ഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E = AH²/2 × J × J+1 -L × L+1 -S × S+1 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. അതിൻ്റെ കേസിൽ ഇപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻസ് ഒന്ന് നോക്കി വെച്ചേക്കണം. ഇൻട്രാക്ഷൻ എനർജി എന്ന് പറയുമ്പോൾ ഇതാണ് ഇൻട്രാക്ഷൻ എനർജിയുടെ ഇക്വേഷൻ. AH²/2 എനർജിയുടെ ഇക്വേഷൻ. ഇത് എന്തിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് ടേം ആണ്. അത് Z⁴ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ചെയ്യുന്നു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ n³ ചെയ്യുന്നു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈറ്റ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊന്ന് പാർട്ട് എനിക്ക് തോന്നുന്നു 2 എന്ന് പറഞ്ഞിട്ട് എന്തോ ഇട്ടേക്കുന്നത്, ഫൈൻ സ്ട്രക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ആ വീഡിയോ മസ്റ്റായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അത് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പറയുമല്ലോ എപ്പോഴും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും അങ്ങനെ ക്വസ്റ്റ്യൻസ് എടുക്കുക. അതായത് ChatGPT സ്റ്റഡി മോഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റഡി മോഡ് കിട്ടും. എന്ത് മോഡാണ്? സ്റ്റഡി മോഡ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇപ്പോൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇക്വേഷൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാൻ പറയുക. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എനർജി സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചും ഇൻട്രാക്ഷൻ എനർജിയെക്കുറിച്ചും ഒക്കെ 2-3 പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. കോസ് തീറ്റ ആംഗിൾസ് വെച്ചിട്ടുള്ള, കോസ് തീറ്റ LJ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ എല്ലാ ഇക്വേഷൻസും ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇന്ന ഇക്വേഷൻസ് മാത്രമാണ് നോക്കാനുള്ളത്. ഇത് വെച്ചിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ഈ കോസ് തീറ്റ ആംഗിൾസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല ഞാൻ. അപ്പം പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു 4 ക്വസ്റ്റ്യൻസ് എന്തോ ഉള്ളൂ. വെക്റ്റർ ആറ്റം മോഡൽ ആൻഡ് സ്റ്റേൺ ഗെർലാക് എക്സ്പെരിമെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് 4 ഇൻ ദ സെൻസ് 2011 തൊട്ട് 2023 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ അത് നമുക്ക് ഏതായാലും ചെയ്യാം കേട്ടോ. എന്താണേലും എൻ്റെ മക്കൾ ഈ ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അതിനെ ഈ ക്വസ്റ്റ്യൻസ് വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അത് പറ്റുന്നുണ്ടെന്ന് നോക്കണമെങ്കിൽ യു ഹാവ് ടു റിമെമ്പർ ദി ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുക. ബാക്കി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.